അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമ്മൾ നമ്മുടെ സൈസ് വൈസിലേക്കുള്ള വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മീഡിയം സൈസിന്റെ സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വിത്ത് ലൈനിങ് വരുന്ന കോട്ടൺ കുർത്തീസ് 499 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല, മിക്കത് തന്നെ നമ്മുടെ ഷോപ്പ് കളക്ഷനിലേക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കോളർ നെക്കിലേക്ക് വരുന്നതുണ്ട്, അല്ലാതെ വൈഡ് നെക്കിലേക്ക് വരുന്നതുണ്ട്. നമുക്കപ്പോൾ അതിനകത്ത് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മഡ് ബ്രൗൺ ഷെയ്ഡിലേക്ക്, ഒരു മഡ് ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെയാണ്. ഫുൾ കോളർ നെക്കിലേക്ക് വന്നിട്ട് ഷോ ബട്ടൺസ് ഫ്രണ്ടിൽ തൊട്ടിട്ട് താഴെ വരെ വരുന്നുണ്ട്. സ്ലൈഡ് സിറ്റും വരുന്നുണ്ട്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നു വിത്ത് കോട്ടൺ ലൈനിങ്ങുമായിട്ട് വന്നേക്കുന്ന നല്ലൊരു ബ്രിക്ക് കളർ, ഒരു മെറൂണും റെഡും ഒക്കെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. കോളർ നെക്ക് പാറ്റേണിലേക്ക് തന്നെയാണ് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 499 ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്കാണ്. ഇങ്ങനെ വരുന്നത് കേട്ടോ. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു യെല്ലോയും ചിക്കും ബ്രൗണും ഒക്കെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു നമ്മൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഫ് വൈറ്റ് ബേസിനകത്തേക്ക് ഒരു ആഷ് കളർ കോമ്പിനേഷനിലേക്ക് പ്രിന്റുകൾ, അതേപോലെ തന്നെ ഹക്കോബയുടെ ഒരു ഹൈനെക്ക് കോളർ വന്നേക്കുന്ന രീതിയിലേക്ക് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇത് നമ്മൾ ഓൺലൈൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു തോന്നുന്നു. നമ്മളൊരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് വരുന്ന രീതിയിലേക്ക്, ഇതിൻ്റെ തന്നെ വെർട്ടിക്കൽ ആൻഡ് ചെരിച്ചിട്ടുള്ള രീതിയിലേക്ക് നമ്മളിതിൻ്റെ പ്രിന്റുകളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ രീതിയിലേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ജയ്പൂർ കോട്ടണിലേക്ക് വന്നേക്കുന്ന ഒരു പ്രിൻ്റാണ്. ഒരു ഓഫ് വൈറ്റ് ബേസിലേക്ക് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ആൻഡ് ഒരു റെഡ് കളറിൻ്റെ മിക്സിലെ പ്രിൻറ്റുകളാട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഇതുപോലെയാണ്. ഇനിയിപ്പം സ്മോളുകാർക്ക് വേണമെങ്കിലും ജസ്റ്റ് മീഡിയം എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വന്നേക്കുന്നൊരു ബ്രിക്ക് കളറിലേക്കാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഹൈനെക്ക് കോളറിൻ്റെ രീതിയിലേക്ക്, ഇവിടേക്കായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വിത്ത് കോട്ടൺ ലൈനിങ്ങുമായിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പോൾക്കാ ഡോട്ട് വരുന്ന കോട്ടൻ്റെ ഒരു ഫാബ്രിക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്കാണ് ഇങ്ങനെ വരുന്നത്. മീഡിയം സൈസാട്ടോ, ഇത് മുഴുവനും തന്നെ വരുന്നത് മീഡിയം സൈസിലേക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഫ്ലെക്സ് കോട്ടൺ മെറ്റീരിയലാണ്. അതൊരു പിങ്ക് കളറിലെ, പിങ്കും പീച്ചും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറിലെ പ്രിന്റുകൾ അതിനകത്തേക്ക് വരുന്നത് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇതെല്ലാത്തിനും തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസസേ ഉണ്ടാവത്തുള്ളൂ. ആദ്യം നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നവർക്ക് കിട്ടും. വാട്സാപ്പിലേക്ക് ചോദിക്കരുത്. നമ്മൾ പറഞ്ഞതൊക്കെ ഷോപ്പിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ലിമിറ്റഡ് പീസസേ ഉള്ളൂ. മീൻസ് എല്ലാം തന്നെ സിംഗിൾ പീസസേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വെബ്സൈറ്റിൽ കൂടെ മാത്രമായിരിക്കും ഇതിൻ്റെയൊക്കെ സെയിൽ ഉണ്ടാവുന്നത്. അപ്പം നാളെ തൊട്ടിട്ട്, അതായത് നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ തേഴ്സ്ഡേ തൊട്ടിട്ട് നമ്മൾ സൈസ് വൈസ് ആയിട്ട് 10 o'clock, 10:30, 11 o'clock എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സൈസ് വൈസ് ഉള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള കോട്ടൻ്റെയൊക്കെ സ്ലിറ്റഡ് കുർത്തീസ് ഉണ്ടാവും, 2 പീസ് വരുന്നുണ്ടാവും, 3 പീസ് വരുന്നുണ്ടാവും. നമുക്ക് മാർച്ച് 31st വരെ എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ഓഫറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്പെഷ്യലി ഒരു ഉച്ചയ്ക്ക് മുന്നേ എന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ടൈമിൻ്റെ ഒരു ഷെഡ്യൂൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്പ്ലേക്കകത്തേക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഉള്ളതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള സൈസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സ്റ്റോക്ക് വരുന്ന മീഡിയം അല്ലെങ്കിൽ ലാർജ് എന്നുള്ള രീതിയിലായിരിക്കും. നമുക്ക് എക്സലിനൊക്കെ എപ്പോഴും സ്റ്റോക്ക് കുറവായിരിക്കും. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും.